നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ അതോ ക്രിസ്തുമത വിശ്വാസിയാണോ? എന്താ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ നാം ഇന്ന് കാണുന്ന ക്രിസ്തുമതം ശരിക്കും എന്താണ്? ഇത് ശരിക്കും ഒരു പേഗൻ മതമാണോ? യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റിയും ഇന്ന് കാണുന്ന ക്രിസ്തുമതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഇത് ആരെയും കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, മറിച്ച് സത്യം എത്ര കാലം മൂടി വെച്ചാലും അത് മറനീക്കി പുറത്തു വരും എന്നുള്ളത് ഒരു പ്രകൃതിദത്ത നിയമമാണ്. അതുകൊണ്ട് തന്നെ സത്യം ഒരിക്കലും മൂടി വെക്കപ്പെടരുത്, അത് മറനീക്കി പുറത്തു തന്നെ വരണം. സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, സത്യ അന്വേഷികൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി എന്നും എന്നാൽ നാം ഇന്ന് കാണുന്ന ക്രിസ്തുമതം എന്താണെന്നും മനസ്സിലാക്കി തരികയാണ് ഈ വീഡിയോയിലൂടെ. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവും ശിഷ്യന്മാരും പഠിപ്പിച്ച ക്രിസ്ത്യാനിറ്റി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം എങ്ങനെയാണ് ക്രിസ്തുമതം ഉണ്ടായതെന്നും ഇന്നത്തെ ക്രിസ്തുമതവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. ബൈബിൾ പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റിയാണ്. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ AD 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും അവൻ സകല ലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടിയിട്ട് മരിക്കുകയും ക്രൂശിലൊരു യാഗമായിട്ട് തീരുകയും അവൻ്റെ യാഗത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ജാതി, വർഗ, മത ഭേദമന്യേ എല്ലാവർക്കും നിത്യരക്ഷ, നിത്യജീവൻ, സ്വർഗ അവകാശം ലഭിക്കും എന്നുള്ള പഠിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. എന്നിട്ട് കാൽവരി ക്രൂശിൽ എല്ലാ മനുഷ്യരുടെയും, അതായത് ഇതുവരെ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതും ആയിട്ടുള്ള, ഇന്ന് 2025-ലാകട്ടെ 2035-ലാകട്ടെ ഏത് കാലഘട്ടത്തിലുമുള്ള ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലത്തോളമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് അവൻ ഒരു ഏകയാഗം കഴിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരമുള്ള ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്. അതായത് ഇനി പാപങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു യാഗമോ വേറൊരു അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ കുമ്പസാരങ്ങളോ ഒന്നും ശേഷിക്കുന്നില്ല. യേശുക്രിസ്തു ഒരിക്കലായിട്ട് താൻ കഴിച്ച ആ യാഗത്താൽ അവരിൽ വിശ്വസിക്കുന്നത്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്ന് വിശ്വസിച്ച് അവനെ ഏറ്റുപറഞ്ഞ് അവനെ രക്ഷിതാവായ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരുവന് ആ മാത്രയിൽ തന്നെ അവന് നിത്യകാലത്തേക്കുമുള്ള നിത്യമായ രക്ഷ ലഭിക്കും എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരം യേശുക്രിസ്തുവും ശിഷ്യന്മാരും തങ്ങളുടെ ലേഖനങ്ങളിലൂടെയും യേശുക്രിസ്തു തൻ്റെ പ്രസംഗങ്ങളിലൂടെയും എല്ലാം പഠിപ്പിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് പുതിയ നിയമപ്രകാരമുള്ള ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതും പുതിയ നിയമപ്രകാരമുള്ള ക്രിസ്ത്യാനിറ്റിയുടെ മാർഗം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നതും. എന്നാൽ ഇന്ന് മതങ്ങളിൽ നാം കാണുന്നുണ്ട്, നമ്മൾ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് പുരോഹിതന്മാരുടെ മുമ്പിൽ പോയി കുമ്പസരിക്കണം, അല്ലെങ്കിൽ നമ്മൾ നോമ്പുകൾ നോക്കണം, അനുഷ്ഠാനങ്ങൾ ആചരിക്കണം, നമ്മൾ പലതരത്തിലുള്ള വിശുദ്ധന്മാരോട് മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തണം. എന്നാൽ ഇതൊന്നും ആദ്യകാല ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച അല്ലെങ്കിൽ ശിഷ്യന്മാർ പ്രചരിപ്പിച്ച ബൈബിളിൽ കാണുന്ന, ഇത് പ്രധാനമായിട്ടും ബൈബിളിനെ അധിഷ്ഠിതമാക്കി മാത്രമാണ് പറയുന്നത്, ചരിത്രപരമായിട്ട് ബൈബിളിനെ അധിഷ്ഠിതമാക്കി മാത്രമാണ് പറയുന്നത്. ആ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. സംശയമുള്ളവർക്ക് അവരുടെ ഭാഷയിൽ ബൈബിൾ ഇന്ന് ലഭ്യമാണ്. നിങ്ങൾക്ക് പുതിയ നിയമം ആദ്യം തൊട്ട് അവസാനം മുഴുവനായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഈ പറയുന്നത് പൂർണ്ണമായിട്ടും സത്യമാണെന്ന് മനസ്സിലാവും. അപ്രകാരം സത്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന ഒരു സെന്റർ ഏക കഥാപാത്രത്തിൽ ബേസ് ചെയ്തുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന, അവൻ്റെ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പിന്നീട് ഒരു അനുഷ്ഠാനമോ കുംഭസാരമോ അല്ലെങ്കിൽ പുരോഹിത വർഗമോ ഒന്നുമില്ലാതെ അവനുള്ള ഏക മധ്യസ്ഥൻ മുഖാന്തരമായിട്ട് രക്ഷയിലേക്ക് നടക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ നിത്യമായ ജീവൻ ലഭിക്കും എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ശിഷ്യന്മാർ തങ്ങൾ വിവിധ സ്ഥലസഭകൾക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, ബൈബിളിലെ ലേഖനങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നത്. അല്ലാതെ മറ്റൊരു കൺസെപ്റ്റും ബൈബിളിൽ, മറ്റൊരു ഡോക്ടറിനും ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. സംശയമുള്ളവർക്ക് അതെടുത്ത് വായിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ആളുകൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ചില ബൈബിൾ വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് അല്ലെങ്കിൽ യോഹന്നാൻ
എഴുതിയ സുവിശേഷത്തിന് 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ, എറ്റേണൽ ലൈഫ് നൽകുന്ന വേണ്ടിയിട്ട് ദൈവം അവനെ അയച്ചു എന്നാണ് പറയുന്നത്. അതായത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കും, പിന്നീട് യാതൊരു യാഗത്തിന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതായത് രക്ഷിക്കപ്പെടുവാനായിട്ട്, നിത്യജീവനെ പ്രാപിക്കുവാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയാണ്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കും, അവൻ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഇനി ഒരു യാഗമോ ഇനി ഒരു പുരോഹിതന്റെ മുമ്പാകെ പോയി കുമ്പസരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇനി ഒരു അനുഷ്ഠാനമോ ശേഷിക്കാതെ വണ്ണം യേശുക്രിസ്തു സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തി എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ പറയുകയാണ്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ടിരിക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. അങ്ങനെ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അവിടെ പറയുകയാണ്, യേശുക്രിസ്തു ഏകയാഗമാണ് കഴിച്ചത്, പുരോഹിതന് കഴിക്കാൻ സാധിക്കാത്തത് അത് മാറ്റിവെച്ച് പുരോഹിതന്റെ ആവശ്യമില്ലാതെ യേശുക്രിസ്തു എന്ന ദൈവം താൻ തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ ഏകയാഗം കഴിച്ച് അതിൽ വിശ്വസിക്കുന്നവർക്ക് സദാകാലത്തേക്കും, ഇനി ഒരു യാഗവും ശേഷിക്കാതെ വണ്ണം സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അതായത് വീണ്ടും ഒരു പുരോഹിതന്റെ മുമ്പിൽ പോയി കുമ്പസരിച്ച് വീണ്ടും പാപമോചനം നടത്തുന്ന ഒരു ലോക്കൽ യാഗമല്ല യേശുക്രിസ്തു കഴിച്ചത്. കാരണം അവൻ ദൈവമായതുകൊണ്ട്, സർവശക്തനായതുകൊണ്ട്, അവൻ ദൈവമാണെന്ന് നാം വിശ്വസിക്കുന്നത് കൊണ്ട് അവന്റെ യാഗം എന്ന് പറയുന്ന അത്ര ലോക്കലല്ല. അവന്റെ യാഗത്തിൽ ഒരു പ്രാവശ്യം വിശ്വസിച്ചാൽ അത് സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തിയാണ് എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിനുശേഷം വീണ്ടും പറയുകയാണ്, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഓർക്കയില്ല എന്ന് അരുളി ചെയ്യുന്നു, എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, യേശുക്രിസ്തു എന്ന ഏകയാഗത്താൽ മനുഷ്യന് സർവ്വകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വന്നിരിക്കുന്നു. ഇനി ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാതിലും മുട്ടേണ്ടതില്ല, ഒരു പുരോഹിതന്റെ മുമ്പാകെ കുമ്പസരിക്കേണ്ടതില്ല, ഒരു നോമ്പും നോക്കേണ്ടതില്ല, ഒരു അനുഷ്ഠാനങ്ങളോ ഒരു മധ്യസ്ഥനോട് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. കാരണം യേശുക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ, ഏക പുരോഹിതൻ. ഇന്ന് പുരോഹിതൻ എന്നുള്ളൊരു ഗണമില്ല, അത് കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശിലൂടെ നീക്കിക്കളഞ്ഞു. പുതിയ നിയമപ്രകാരം ഒരു പുരോഹിത വർഗം ഇല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നത്. നാം 1 തിമോഥെയോസിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, അവിടെ ഒരു വാക്യമുണ്ട്, എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. 1 തിമോഥെയോസിൽ നാം കാണുന്ന ഒരു വാക്യമാണ്, ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത യേശുക്രിസ്തു തന്നെ എന്നുള്ളത്. അതായത് ഒരു ദൈവമേ ഉള്ളൂ, ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ഒരു പുരോഹിതനേ ഉള്ളൂ. അത് എബ്രായ ലേഖനം നിങ്ങൾ 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന ഏക മഹാപുരോഹിതനെ അവൻ ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇനി ഒരു പുരോഹിതന്റെയും ആവശ്യമില്ലാതെ, ഇനി ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ലാതെ യേശുക്രിസ്തു മാത്രം ദൈവത്തിനും മനുഷ്യനും മധ്യേ നിൽക്കുന്നുവെന്നും നമ്മൾ യേശുക്രിസ്തു മുഖാന്തരമാണ് പിതാവിൻ്റെ അടുക്കൽ എത്തുന്നത്. കർത്താവ് പിന്നീട് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല, ഞാൻ മാത്രമേ വഴിയും സത്യവും ജീവനുമാണെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. അതായത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പുരോഹിത വർഗമില്ല, അല്ലെങ്കിൽ മധ്യസ്ഥരില്ല. നാം ഇന്ന് പല സെയിൻസ് അല്ലെങ്കിൽ വിശുദ്ധന്മാരെ മധ്യസ്ഥ പ്രാർത്ഥനകൾ മൂലം നമ്മുടെ പ്രാർത്ഥനകളെ ദൈവത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഒരു സംവിധാനമില്ല, അത് നോൺ ബിബ്ലിക്കലാണ്, ബൈബിൾ പ്രകാരമുള്ള ഒരു കാര്യമേ അല്ല. അങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമപ്രകാരമുള്ള ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ സെൻറ്ററായിരിക്കുന്ന, യേശുക്രിസ്തു കഴിച്ച യാഗത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും, അവൻ ഏത് വർണ്ണ വർഗ ഭേദമെന്നെ സകല മനുഷ്യനും യാതൊരു യാഗവും ശേഷിക്കാതെ വണ്ണം ആ യാഗത്തിൽ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ അവർക്ക്
നിത്യരക്ഷ, സദാകാലത്തേക്കുമുള്ള നിത്യജീവൻ ലഭിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് ബൈബിളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദേശമാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുവാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശിഷ്യന്മാരെ യേശുക്രിസ്തു അയച്ചത്. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചതായിട്ടോ പ്രത്യേകിച്ച് പ്രമാണങ്ങളോ സ്ഥാപിച്ചതായിട്ടോ ഒന്നും ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അവൻ ആ സന്ദേശവുമായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ ഈ സന്ദേശം അയക്കുക. യേശുക്രിസ്തു പറയാണ്, എന്താണ് ബൈബിളിൻ്റെ സന്ദേശം? ഞാൻ എന്ന സെന്റർ, എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിലെത്തും. വേറൊരു യാഗത്തിൻ്റെയോ നേർച്ചകളുടെയോ മധ്യസ്ഥന്മാരുടെയോ പുരോഹിതന്മാരുടെ ആവശ്യമില്ല. കാരണം ഞാൻ എല്ലാത്തിനും സമ്പൂർണ്ണമായ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ബൈബിളിൽ കൃത്യമായിട്ട് എല്ലാ ലേഖനങ്ങളിലൂടെയും എല്ലാ സുവിശേഷങ്ങളിലൂടെയും യേശുക്രിസ്തുവും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. സംശയമുള്ളവർക്ക് നിങ്ങളുടെ ഭാഷയിൽ തന്നെ ബൈബിൾ എഴുതി കിട്ടിയിരിക്കുന്നത് കൊണ്ട് അതെടുത്ത് വായിക്കുവാനുള്ള അവകാശമുണ്ട്. സത്യം ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്, നാം തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണെന്നുള്ളതാണ് നാം ഓർക്കേണ്ടുന്ന കാര്യം. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഈ സുവിശേഷവുമായിട്ട് ചെന്നു. നമുക്കറിയാം AD 70-72 കാലഘട്ടങ്ങളിൽ സെൻറ്റ് തോമസ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ തോമസ് എന്ന യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ ഈ സുവിശേഷവുമായിട്ട് കേരളത്തിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ക്രിസ്ത്യൻ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഫോളോവേഴ്സുകൾ ഉണ്ടാകുകയാണ്, ശിഷ്യഗണങ്ങൾ ഉണ്ടാകുകയാണ്. അവരവിടെയെല്ലാം വിവിധ തരത്തിലുള്ള വീടുകളിൽ ചെറിയ ചെറിയ സ്ഥലസഭകൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ സ്ഥാപിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തികൾ അല്ലെങ്കിൽ അപ്പോക്രിഫ്റ്റോ എന്ന് പറയുന്ന നിങ്ങളുടെ ബൈബിലുള്ള ഭാഗം വായിച്ചാൽ 2-ാം അധ്യായം മുതലുള്ള എല്ലാ ഭാഗങ്ങളും വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. ചെറിയ ചെറിയ സ്ഥലം സഭകൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ വീടുകളിൽ കൂടിയിരുന്ന കൂട്ടായ്മകളാണ്. അവിടെ ആ സ്ഥലം സഭകളിൽ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, 12 അപ്പോസ്തലന്മാർ, 12 വിവിധ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അവർ വരമേൽപ്പിക്കുന്ന മൂപ്പന്മാർ, ഉപദേഷ്ടക്കന്മാർ, സുവിശേഷകന്മാർ. അവിടെ എവിടെയും പുരോഹിത എന്നൊരു ഗണമേ ഇല്ല. ബൈബിളിൽ ഒരിടത്തും പുതിയ നിയമത്തിൽ ഒരിടത്തും പുതിയ നിയമസഭയുടെ ഭാഗമായി പുരോഹിത വർഗത്തെ കാണുന്നില്ല. അത് നോൺ ബിബ്ലിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമേ അല്ല. പിന്നെ ഇതെല്ലാം എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറയുമ്പോൾ, ഇനി വരുന്ന ചരിത്രം പറയുമ്പോൾ, കേവലം ഇപ്പോൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ബൈബിൾ ചരിത്രമാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഹിസ്റ്ററി സംഭവിച്ച് നിങ്ങൾക്ക് ഗൂഗിളിലോ നിങ്ങൾക്ക് ചാറ്റ് GPT-യിലോ വിക്കിപീഡിയയിലോ ഏത് സ്ഥലത്തും സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന, നിങ്ങളുടെ കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചരിത്രം പറയുമ്പോൾ എന്താണെന്ന് ക്രിസ്തുമതം വേറൊരു ലെവലിലേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കും, എനിക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു പ്യുവർ ക്രിസ്ത്യാനിറ്റി അക്കോർഡിംഗ് ടു ദ ബൈബിളിനോട് സമാനമായിട്ട് എന്തായിരുന്നു യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ, ഏക പുരോഹിതൻ, ഏക രക്ഷാമാർഗം, അതിൽ രക്ഷിക്കപ്പെടുന്ന വിശ്വസിക്കുന്ന ആളുകൾക്ക് നിത്യമായ രക്ഷ, വീണ്ടും ഒരു യാഗം അല്ലെങ്കിൽ വീണ്ടും ഒരു പാപമോചനത്തിന് വേണ്ടിയുള്ള കുമ്പസാരം ശേഷിക്കാതെ വണ്ണം അവരെന്നേക്കും യേശുക്രിസ്തു എന്ന ആ പവർഫുള്ളായ രക്തത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, അവൻ ലോക്കലായ ഒരു രക്തമല്ല, എന്നത് ദൈവത്തിൻ്റെ രക്തമാണ്. അത് സകല മനുഷ്യന്റെ പാപം സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്താൻ തക്കതാണെന്ന് ബൈബിൾ പറയുന്നു. അതാണ് യേശുക്രിസ്തു പറഞ്ഞ പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതാണ് യേശുക്രിസ്തു കാണിച്ചു തന്ന യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി. അത് ക്രിസ്തു മതമല്ല, ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്തു മതം എന്താണ്? അതിൻ്റെ ചരിത്രം കൃത്യമായിട്ട് പറഞ്ഞു തരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ സത്യം ഒരിക്കലും മൂടി വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആളുകളെ പറ്റിക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. അതെപ്പോഴും മറ നീക്കി പുറത്ത് തന്നെ കൊണ്ടുവരണം എന്നുള്ളത് സത്യമാണ്. AD 313 റോമൻ ചക്രവർത്തിയായിട്ടുള്ള കോൺസ്റ്റന്റൈൻ നാം ഇന്ന് കാണുന്ന റോമൻ കാത്തലിക് മതം അല്ലെങ്കിൽ ക്രിസ്തു മതം എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന മതം അല്ലെങ്കിൽ അതിൻ്റെ ഉപവിഭാഗങ്ങളെല്ലാം പെടുന്ന പുരോഹിത വർഗങ്ങൾ പെടുന്ന ഈ പുതിയ കാലഘട്ടത്തിലെ ക്രിസ്തു മതം സ്ഥാപിക്കുന്നത്. അതിന് കാരണമായിട്ടുള്ള ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചരിത്രം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ ചരിത്രമല്ല. നിങ്ങൾക്ക് ഇൻ്റർനെറ്റോ മറ്റുള്ള ഏത് പുസ്തകങ്ങളോ ഏത് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് സ്വയമേ പരിശോധിച്ച് ഉറപ്പിക്കാവുന്ന 100% ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായ ചരിത്രപരമായ വസ്തുതയാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ AD 312-13 കാലഘട്ടത്തിൽ അന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ബാറ്റിൽ ഓഫ് മിൽവിയാൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈന് ഒരു സ്വപ്നം കാണുകയാണ്. താൻ ഒരു കുരിശിൻ്റെ സ്വപ്നം കണ്ടു എന്ന് പറയുകയും ആ കുരിശിൻ്റെ സ്വപ്നത്തെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം ആ യുദ്ധം ജയിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയോട് വളരെ ഇഷ്ടമാകുകയും പേഗൻ മതക്കാരനായിരുന്ന അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ തൻ്റെ ഔദ്യോഗിക മതമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ AD 313 നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. AD 312 വരെ, അതായത് AD 1 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതൽ 312 വരെയുള്ള കാലഘട്ടത്തിൽ
കർത്താവിൻ്റെ ശിഷ്യന്മാർ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രോസിക്യൂഷൻ വിധേയമായിട്ട് വരികയായിരുന്നു. അവർ വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നു, അവരെ റോമ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള ആളുകളെല്ലാം പീഡിപ്പിക്കുന്നു. കാരണം അവർ പുതിയൊരു ആശയം പറയുകയാണ്, ജീസസിനെ കുറിച്ച് പറയുകയാണ്, അവനിലൂടെയുള്ള ഏക രക്ഷാമാർഗത്തെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ധാരാളം പീഡനങ്ങൾക്ക് ഇരയായിട്ട് വന്നു. എന്നാൽ AD 312 ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആ ബാറ്റിൽ ശേഷം, ആ യുദ്ധത്തിന് ശേഷം ഈ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തുമതത്തെ മാറ്റുകയാണ്. അങ്ങനെ മാറ്റിയ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് തൻ്റെ പേഗൻ മതം. അതായത് ആ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിൻ്റെ മെയിൻ മതമായിരുന്നു പേഗൻ മതം എന്ന് പറയുന്നത്. സോൾ ഇൻവിക്റ്റക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അൺക്വയർഡ് സൺ, അല്ലെങ്കിൽ കീഴ്പ്പെടുത്താൻ പറ്റാത്ത സൺ എന്ന് പറയുന്ന സൂര്യദേവൻ ഉള്ള ഒരു മതമാണ് പേഗൻ മതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ റോമ മതത്തിൻ്റെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് സൂര്യദേവനാണ്. മാത്രമല്ല ഈ പേഗൻ മതത്തിന് ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. നാം ഇന്ന് കാണുന്ന ബസിലിക്കകൾ പോലുള്ള, അല്ലെങ്കിൽ റോമൻ കാത്തോലിക് ചർച്ചുകൾ, മറ്റുള്ള ചർച്ചുകൾ പോലെ തോന്നുന്ന അമ്പരചുംബികളായിട്ടുള്ള ആരാധനാലയങ്ങൾ. പിന്നെ ഒരു പ്രീസ്റ്റ് സിസ്റ്റം, അതായത് ഞാൻ പറഞ്ഞു പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ പ്രീസ്റ്റ് എന്നൊരു സംവിധാനത്തെ പറഞ്ഞിട്ടില്ല. പ്രീസ്റ്റ് എന്നുള്ള സംവിധാനം അല്ലെങ്കിൽ പുരോഹിത സംവിധാനത്തെ യേശുക്രിസ്തു ഒഴിവാക്കി ഇനി ഒരു പുരോഹിതനില്ല, ഏക മധ്യസ്ഥനാണ് എന്നുള്ളതാണ് പഠിപ്പിച്ചിരുന്നത്. അതാണ് ശിഷ്യന്മാരും പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ പേഗൻ മതത്തിൽ പുരോഹിതനുണ്ട്, അവർക്കൊരു മഹാപുരോഹിതൻ, ഒരു ചീഫ് പ്രീസ്റ്റ് ഉണ്ട്. അതായത് മെയിൻ ആയിട്ടുള്ള പുരോഹിതൻ, ഇന്നത്തെ പോപ്പിന് തുല്യമായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കീഴിൽ ബിഷപ്പുമാർ, അതുപോലെ തന്നെ പുരോഹിതന്മാർ, ഡീക്കന്മാർ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു ആ പേഗൻ മതത്തിന്. അത് സൂര്യദേവൻ എന്നുള്ളൊരു ആരാധനാമൂർത്തിയെ ആരാധിക്കുന്ന മറ്റൊരു മതമാണ്. മാത്രമല്ല അവർക്ക് അനുഷ്ഠാനങ്ങളുണ്ട്, അവർക്ക് വിശുദ്ധന്മാരുണ്ട്. അതായത് ആ മതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഫേമസ് ആയിട്ടുള്ള ആളുകളെ ഇവർ വിശുദ്ധന്മാരായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയും അവർക്ക് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് അവരെ ആരാധിക്കുകയും അവരുടെ തിരുശേഷിപ്പുകൾ, റിലിക്സ് എന്ന് പറയും, അതായത് അവരുടെ മുടി, പല്ല്, നഖം, അങ്ങനെയുള്ള തിരുശേഷിപ്പുകൾക്കൊക്കെ വളരെ പ്രാധാന്യം നൽകുകയും അതിനെ ആരാധിക്കുകയും ചെയ്തു വന്ന ഒരു മതമാണ് പേഗൻ മതം എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റന്റൈൻ ഈ ക്രിസ്ത്യൻ മതത്തെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. താൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ടഡ് ആയി പോയെങ്കിലും തൻ്റെ റോമ സാമ്രാജ്യത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്ന മതം പേഗൻ മതമാണ്. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതായത് രാജാവ് ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നു, ജനങ്ങൾ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് ഇതിനെ തമ്മിൽ ലയിപ്പിച്ചിട്ട് ഇവർ തമ്മിൽ ഒരു കൾച്ചറൽ ബ്രിഡ്ജ്, ഒരു സാംസ്കാരിക പാലം ഉണ്ടാക്കി ഇത് രണ്ടിനും ലയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ജനങ്ങളും ഇത് അംഗീകരിക്കുകയുള്ളൂ, രാജാവിനും വലിയ പ്രശ്നമില്ലാതെ ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ പേഗൻ മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം കൂടിയിട്ട് ക്രിസ്തു മതത്തിലേക്ക് ചേർത്തിട്ട് ഒരു സങ്കര ഇനമായിട്ട് എന്ത് ചെയ്തു, ക്രിസ്ത്യാനിറ്റിയെ മാറ്റി. അതാണ് നാം ഇന്ന് കാണുന്ന റോമൻ കത്തോലിക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വത്തിക്കാൻ കേന്ദ്രീകൃതമായിട്ടുള്ള ക്രിസ്തു മതം എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ധാരാളം വ്യത്യാസങ്ങൾ ആ യേശുക്രിസ്തുവും ശിഷ്യന്മാരും പഠിപ്പിച്ചിരുന്ന പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി, ആ പരിശുദ്ധമായ ക്രിസ്ത്യാനിറ്റിയുടെ ആ തത്വങ്ങളെ അദ്ദേഹം മാറ്റിയിട്ട് പേഗൻ മതത്തിൻ്റെ തത്വങ്ങൾ ഇതിലേക്ക് തിരികെ കയറ്റി എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള എഞ്ചിൻ നഷ്ടപ്പെട്ടു പോയി. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹോണ്ടയുടെ ഒരു വണ്ടി, ഒരു പ്യുവർ ഹോണ്ടയുടെ വണ്ടിയാണ് ഒരാൾ മേടിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഹ്യൂണ്ടായുടെ അല്ലെങ്കിൽ മാരുതിയുടെ എഞ്ചിൻ ഇതിലേക്ക് തിരികെ കയറ്റി വെച്ചിട്ട് ഹോണ്ടയുടെ എഞ്ചിൻ എടുത്ത് പുറത്ത് കളഞ്ഞ് കുറേ മോഡിഫിക്കേഷനും വരുത്തി അതൊരു ഹോണ്ട വണ്ടി പോലെ തന്നെ എംബ്ലവും വെച്ച് ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ ഹോണ്ടയുടെ എഞ്ചിൻ പുറത്ത് കിടക്കുന്നു. പുറമെ നോക്കുന്നവർക്ക് എന്താണ് മനസ്സിലാകുന്നത്, ഇത് ഹോണ്ടയുടെ വണ്ടി തന്നെയാണ്, പക്ഷേ ഉള്ളിലിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് മാരുതിയുടെയോ ഹുണ്ടായുടെയോ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെയാണ് യഥാർത്ഥത്തിൽ പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ആദിമ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ എഞ്ചിൻ എന്ന് പറയുന്നത്, അതിനെ റൺ ചെയ്യുന്ന അതിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഏക രക്ഷ, അല്ലെങ്കിൽ യേശുക്രിസ്തു കഴിച്ച ഏക യാഗത്താലുള്ള നിത്യജീവനുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ രക്ഷ എന്നുള്ള ഒരു എഞ്ചിനെ എടുത്തിട്ട് പുറത്ത് കളഞ്ഞിട്ട് ആരൊക്കെ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നുവോ, അല്ലെങ്കിൽ ആരൊക്കെ പുരോഹിതന്മാരുടെ മുമ്പാകെ വന്ന് കുമ്പസരിക്കുന്നുവോ, അല്ലെങ്കിൽ പാപമോചന പത്രം വാങ്ങിക്കുന്നുവോ, അങ്ങനെ അനുഷ്ഠാനങ്ങളെ ആചരിക്കുന്നുവോ, ഇവർക്കൊക്കെ സ്വർഗത്തിലേക്ക് എത്തുവാനായിട്ട്, പ്രവർത്തികളിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് കുമ്പസാരണം ആവശ്യമാണ്, പുരോഹിത വർഗമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരികെ കയറ്റിക്കൊണ്ട് നോൺ ബിബ്ലിക്കലായിട്ട് ഒരിക്കലും യേശുക്രിസ്തുവോ ശിഷ്യന്മാരോ പഠിപ്പിക്കാത്ത കാര്യങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, ഓടുന്നത് വേറൊരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ നിത്യജീവനിലേക്ക് പോകാൻ, സ്വർഗത്തിലേക്ക് പോകാൻ, നരകത്തിൽ രക്ഷ നേടുവാൻ ഉദ്ദേശിച്ച മാർഗം ഇന്ന് മൂലയ്ക്ക് കിടക്കുകയാണ്. അത് ആർക്കും അറിയത്തില്ല. പകരം ഇത്തരം മാർഗങ്ങളിലെല്ലാം മുഴുകി പോകുന്നത് കൊണ്ട് ആളുകൾ വഞ്ചിക്കപ്പെട്ട് അനവധിയായിട്ട് ആളുകൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു കൃത്യമായിട്ട് പോകുന്നതിന് മുമ്പ് പറഞ്ഞത്, നാശത്തിലേക്കുള്ള വഴി വിശാലമാകുന്നു, അതിൽ അനേകർ പോകും, എന്നാൽ രക്ഷയിലേക്കുള്ള വഴി ചുരുക്കമാണ്, അതിലെ കുറച്ച് പേർ പോകുമെന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഹിസ്റ്റോറിക്കലായിട്ട്, ചരിത്രപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ക്രിസ്ത്യാനിറ്റിക്ക് ഈ
പേഗൻ മതത്തിൻ്റെ മതാനുസാരണിയായിരുന്ന ഈ കോൺസ്റ്റന്റൈൻ ഈ ക്രിസ്ത്യാനിറ്റിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയതെന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ടും നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രീസ്റ്റ് സിസ്റ്റം, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രീസ്റ്റ് സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് ക്രിസ്ത്യാനിറ്റി എന്നുള്ളൊരു മാർഗ്ഗമായിരുന്നു, അതിനെ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്തു, ഒരു സ്ഥാപനം പോലെ ആക്കി മാറ്റി. അതായത് അതിനൊരു പ്രീസ്റ്റ്, ഒരു ബിഷപ്പ് ഉണ്ടാവും, അതിന് മേളിൽ അതിൻ്റെ താഴെ പ്രീസ്റ്റുകളുണ്ടാവും, ഡീക്കൻസ് ഉണ്ടാവും. അതായത് പേഗൻ മതത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതിനെടുത്ത് നേരെ എടുത്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വെച്ചു. വത്തിക്കാൻ കേന്ദ്രമായിട്ട് അതിന് പോപ്പ് എന്നൊക്കെ പേരൊക്കെ നൽകി അതിൻ്റെ കീഴിൽ ബിഷപ്പുകൾ, കർദിനാൾമാർ, അതുപോലെ തന്നെ പള്ളിയിലച്ചന്മാർ, അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അദ്ദേഹം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഇതിൽ പ്രതിഷ്ഠിച്ചു. അത് ഒരിക്കലും ബിബ്ലിക്കലല്ല. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല, ഒരു പുരോഹിതൻ്റെയും ആവശ്യമില്ല, അതിനെ നീക്കി കളഞ്ഞിരിക്കുകയാണ്. താൻ മാത്രമാണ് ഏകരക്ഷ എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തെ എടുത്തിട്ട് ഇവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇവരിവിടെ വെച്ചു. അതാണ് ഒന്നാമത്തെ കോൺസ്റ്റന്റൈൻ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്. രണ്ടാമത് വിശുദ്ധന്മാരും തിരുശേഷിപ്പികളും എന്നുള്ള കാര്യമാണ്. അതായത് ഈ പേഗൻ മതത്തിൽ സാധാരണയായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, ആ പേഗൻ മതത്തിന്റെ വിശ്വാസധാരയിൽ മുൻപിട്ട് നിന്നിരുന്ന നേതാക്കന്മാരെ അല്ലെങ്കിൽ ആത്മീക നേതാക്കന്മാരെ അവർ സ്വന്തം വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കും. മനുഷ്യൻ തന്നെ ഇവനൊരു വിശുദ്ധനാണ്, ഇവനൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണെന്ന് പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുടി, നഖം, പല്ല്, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം പുണ്യവസ്തുക്കളായി കണ്ട് അവർ ക്ഷേത്രങ്ങൾ പണിത് അവരെ ആരാധിക്കുന്ന ഒരു സിസ്റ്റം. ഇത് പേഗൻ മതത്തിലുണ്ടായിരുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ അതേപടി എടുത്തിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വെച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയിലെ മത ലീഡേഴ്സ് ആയിട്ടിരുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാരോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്ത സുശേഷന്മാരോ അങ്ങനെയൊക്കെ ആയിട്ട് ചരിത്രത്തിലുണ്ടായിരുന്ന അനേക ആളുകളെ ഇവർ സ്വന്തം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് തുടങ്ങി. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി, അതായത് പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട നിത്യരക്ഷ പ്രാപിക്കുന്ന എല്ലാവരും വിശുദ്ധന്മാരാണ്. ഒരാൾക്കും ഇല്ലാതെ സകലരും വിശുദ്ധന്മാരാണെന്നാണ് ക്രിസ്ത്യാനിറ്റി, പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവർ പ്രത്യേകമായിട്ട് ചിലർ മാത്രം വിശുദ്ധർ, അവരെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ റിലിക്സ് അല്ലെങ്കിൽ അവരുടെ തിരുശേഷിപ്പികളെ പ്രാർത്ഥിച്ചാൽ സ്വർഗം ലഭിക്കുമെന്നുള്ള ആ പേഗൻ മതത്തിന്റെ സിസ്റ്റം എടുത്ത് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതാണ് രണ്ടാമത്തെ ചേഞ്ച് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് ചിഹ്നങ്ങൾ, ഇമേജുകൾ, അതുപോലെ തന്നെ പ്രതിമകൾ, ഇതെല്ലാം പേഗൻ മതത്തിന്റെ ഒരു ഇതാണ്. അവരുടെ റിച്വൽസ് അനുസരിച്ചാണ് ചിഹ്നങ്ങൾ, അവരുടെ ദേവതകളുടെ രൂപങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതീകങ്ങൾ, ഇതെല്ലാം ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്നു. കുരിശ് ഒരു ചിഹ്നമായി, അതുപോലെ തന്നെ പലരുടെയും പ്രതിമകളായി. നമുക്കറിയാം വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ 10 കൽപ്പനകളിൽ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ അതിന്റെ പ്രതിമയെ നമസ്കരിക്കുക എന്നുള്ളത് ബൈബിൾ കൽപ്പനയാണ്. എന്നിട്ടും പ്രതിമയെ നമസ്കരിക്കുന്ന, വിഗ്രഹങ്ങളെ തൊഴുന്ന, അല്ലെങ്കിൽ കുരിശ്, അങ്ങനെ ധാരാളം ചിഹ്നങ്ങളെല്ലാം ഈ പേഗൻ മതത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇതെടുത്തിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അത് പിന്നീടുള്ള മാറ്റമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് വന്നൊരു വലിയ കാര്യമെന്ന് പറയുന്നത് രാജാവും മതവും തമ്മിലുള്ള ഒരു സങ്കലനമാണ്. നമുക്കറിയാം അതുവരെ AD 312 വരെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ അല്ലാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന അതായത് അപ്പോസ്തലന്മാരുടെ ഒരു മാർഗമായിട്ട്, ഒരു മെസ്സേജായിട്ട് പോയിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനിറ്റി ഇവരൊരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവന്നിട്ട് മതം എന്ന് പറഞ്ഞുകൊണ്ട് കുരിശുദ്ധം ആരംഭിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കുരിശും പിടിച്ചുകൊണ്ട് ഇവർ കടന്നു ചെന്ന് അവിടെയുള്ള അനേക ആളുകളെ അടിമകളാക്കി കൂട്ടക്കൊലകൾ നടത്തി അവർ നിർബന്ധിതമായിട്ട് ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ലോകത്തിൽ വലിയൊരു മതമായിട്ട് മാറ്റി എന്നുള്ളതാണ് ഹിസ്റ്ററി പറയുന്നത്. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾക്ക് ഏത് ഹിസ്റ്ററി കാര്യങ്ങളും എടുത്ത് വായിച്ചു നോക്കിയാലും കാണുവാൻ സാധിക്കും. ഇന്റർനെറ്റിൽ ധാരാളം ഡാറ്റാസ് അവൈലബിൾ ആണ്. എന്താണ് യഥാർത്ഥത്തിൽ, എങ്ങനെയാണ് ഈ മതം വളർന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് കൊണ്ടുവന്ന ഒരു വലിയ മാറ്റമാണ് മരിയൻ ഡിവോഷൻ എന്ന് പറയുന്നത്. അതായത് യേശുവിൻ്റെ അമ്മയായ മറിയം. യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് ബൈബിളിൽ വളരെ പ്രത്യേകിച്ച് വലിയ സ്ഥാനമൊന്നും കൊടുക്കുന്നില്ല. അവർ സാധാരണ മനുഷ്യ സ്ത്രീയാണ്. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നുള്ളൊരു പരിഗണന അല്ലാതെ ഇവൻ യേശു പോലും സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നുള്ളതാണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല കുരിശിൽ കർത്താവ് കിടക്കുമ്പോൾ യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതായത് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിലേക്ക് ജനിക്കുവാനായിട്ടൊരു പാത്രമായി തീർന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്നതിലപ്പുറമായിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു കാര്യവും ബൈബിളിൽ ഒരിടത്തും യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് നൽകുന്നില്ല. എന്നാൽ ഇതിൽ എന്താണ് സംഭവിച്ചത് വെച്ചാൽ പേഗൻ മതത്തിൽ ധാരാളം ദേവതകളുണ്ട്. പ്രത്യേകിച്ച് ആർട്ടമിസ് എന്ന് പറഞ്ഞൊരു മഹാദേവിയുണ്ട്, ആർട്ടമിസ് ദേവി. അദ്ദേഹം വിർജിൻ ഗോഡസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കന്യകയായ ദേവത എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ആർട്ടമിസ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൂടുതലായിട്ട് പേഗൻ മതക്കാർക്ക് ഈ ആർട്ടമിസ് മഹാദേവി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുമ്പോൾ അവർക്ക് യേശുവിൻ്റെ അമ്മയെ ഈ ആർട്ടമിസ് മഹാദേവിയുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു കാഴ്ചപ്പാട് വരികയാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഈ വിർജിൻ ഗോഡസ് കന്യകയായിട്ടുള്ള ഈ ആർട്ടമിസ് മഹാദേവിയെ എടുത്തിട്ട് യേശുവിൻ്റെ അമ്മ മറിയ, മേരി, വിർജിൻ മേരി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് യേശുവിൻ്റെ അമ്മയ്ക്ക് ധാരാളം പവറുകൾ ഉണ്ടെന്നും അതുപോലെ തന്നെ അതൊരു ദേവതാ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ചെയ്ത കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
പിന്നീട് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് നൗൺസ് അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ ഒരു സംഭവമാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ കന്യാസ്ത്രീകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആ സംവിധാനത്തെ ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷേ അതൊരിക്കലും ബിബ്ലിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. അത് കോൺസ്റ്റന്റൈൻ ആരംഭിച്ച ഒരു സംവിധാനമാണ്. അതായത് ബൈബിൾ ഒരിടത്തും കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ യേശുവിൻ്റെ മണവാട്ടികൾ എന്ന് പറയുന്ന ഒരു സംവിധാനമല്ല. യേശുവിൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സഭയെ ആയിട്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ സഭയായിട്ടാണ് യേശുവിൻ്റെ മണവാട്ടി എന്ന രീതിയിൽ ബൈബിളിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അല്ലാതെ യാതൊരിടത്തും പുതിയ നിയമത്തിൽ ഒരിടത്തും A to Z പരിശോധിച്ചാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി അല്ലെങ്കിൽ കന്യാസ്ത്രീ എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിട്ടില്ല. ഇത് കൊണ്ടുവരുന്നത് കോൺസ്റ്റന്റൈൻ ആണ്. അന്ന് അതായത് അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീകൾ വിവാഹം കഴിക്കാതെ പാർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്തിയോടെ ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അത് കന്യാസ്ത്രീ ആവണമെന്നോ പ്രത്യേക ഒരു സംവിധാനത്തിലേക്ക് വരണമെന്നോ ഡ്രസ്സ് ധരിക്കണമെന്നോ അല്ല അവിടെ പറഞ്ഞത്. വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുവാനുള്ള അവസരമുണ്ട് എന്നുള്ളത് മാത്രമേ പറഞ്ഞു. പക്ഷെ അതിൽ പിടിച്ചുകൊണ്ട് ഈ കോൺസ്റ്റന്റൈൻ്റെ കാലഘട്ടത്തിൽ ഇവർ പലതരത്തിലുള്ള ഡിവിഷൻസുകൾ ഉണ്ടാക്കി. ആ ഡിവിഷൻസുകളുടെ പേര് ഞാൻ പറയാം. ബെനഡിക്റ്റൻസ്, ഡൊമിനീഷ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിവിഷൻസ് ഉണ്ടാക്കിയിട്ട് ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ടാക്കിയിട്ട് കന്യാസ്ത്രീകളെ യേശുവിൻ്റെ മണവാട്ടികൾ എന്നുള്ള രീതിയിൽ വസ്ത്രം എല്ലാം ഉടുപ്പിച്ച് ഇതെല്ലാം പേഗൻ മതത്തിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. അന്ന് അവിടെ മോങ്ക് സംവിധാനമുണ്ട്. മോങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരെല്ലാം ആ മതത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ കാഷായ അല്ലെങ്കിൽ മറ്റുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അവരുടെ ദേവതകൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തെ എടുത്ത് കൊണ്ടുവന്നതാണ് ശരിക്കും കന്യാസ്ത്രീ സമൂഹം എന്ന് നമ്മൾ ഇന്ന് കാണുന്നത്. അവർ ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ബിബ്ലിക്കലല്ല. യേശുക്രിസ്തുവോ ശിഷ്യന്മാരോ തങ്ങളുടെ ലേഖനങ്ങളിലോ മറ്റോ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി, ഒരു പരിശുദ്ധമായ ശുദ്ധമായിട്ടുള്ള യേശുക്രിസ്തു പഠിപ്പിച്ച, ശിഷ്യന്മാർ പഠിപ്പിച്ച ലേഖനങ്ങളിലുള്ള, ബൈബിളിലുള്ള, പുതിയ നിയമത്തിലുള്ള ബൈബിൾ പറയുന്ന ഒരു പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ല ക്രിസ്തു മതം എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്ത്യാനി ആണ് എന്ന് പറയുന്നതെങ്കിൽ നമ്മുടെ അടിസ്ഥാന പ്രമാണം ബൈബിൾ ആയിരിക്കണം. അല്ലാതെ മറ്റുള്ളവർ എവിടെന്നെങ്കിലും വത്തിക്കാനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സഭകളുടെ കേന്ദ്രങ്ങളിൽ നിന്നോ എഴുതി കൊടുത്തു വിടുന്ന കുറിപ്പുകളോ അല്ലെങ്കിൽ ലേഖനങ്ങളോ ആയിരിക്കരുത് നമ്മുടെ വിശ്വാസ പ്രമാണം. ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ പറയുകയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുകയാണ്, എൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ബൈബിൾ ആയിരിക്കണം. ആ ബൈബിൾ വായിച്ചു നോക്കിയാൽ ഒരിടത്തും ഇന്ന് കാണുന്ന ക്രിസ്തു സഭയുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനെയാണ് പിന്തുടരേണ്ടത്? യേശുക്രിസ്തു കാണിച്ചു തന്ന നിത്യരക്ഷ, ഏക മധ്യസ്ഥനിൽ ഉള്ള ഏക യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് ഈ നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷ നേടി നിത്യജീവന് അവകാശികളായി തീരുവാൻ കഴിയുമെന്ന് യേശുക്രിസ്തു പറഞ്ഞ് ദൈവം തന്നെ മനുഷ്യനായിട്ട് കഷ്ടപ്പെട്ട് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് താൻ തന്നെ ഈ ഭൂമിയിൽ മരിച്ച് രക്തം ചിന്തി കഷ്ടപ്പെട്ട് നൽകിയ രക്ഷ മനുഷ്യൻ പറയുന്നു ഇത് അത്ര പവർഫുൾ അല്ല, ഇത് എൻ്റെ പാപത്തെ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല, ദൈവത്തിന് അത്ര പവർഫുൾ ആയിട്ടുള്ള യാഗം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും പുരോഹിതന്മാരുടെ അടുക്കൽ പോയിട്ട് കുമ്പസരിക്കണം, വീണ്ടും ഞാൻ അനുഷ്ഠാനങ്ങൾ ആചരിക്കണം, നോമ്പുകൾ നോക്കണം, നൊവേനകൾ നോക്കണം, അങ്ങനെ പല കാര്യങ്ങൾ നോക്കി മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിയാലോ മാത്രമേ ഞാൻ സ്വർഗ്ഗത്തിലെത്തുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പിന്നെ സർവ്വലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ദൈവമെന്ന് നാം വിശ്വസിക്കുന്ന യേശുക്രിസ്തു പിന്നെ എന്തിനു വന്ന് മരിക്കണം? എന്തിനു അവൻ രക്തം ഒഴുക്കണം? അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും അവൻ്റെ അടുക്കിലേക്ക് എത്തുകയില്ല. ഞാൻ നിങ്ങൾക്ക് സദാകാലത്തേക്കുള്ള സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ ശരീരം എന്ന ഏകയാഗത്താൽ എന്നേക്കും ഏകയാഗം കഴിച്ചിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സദാ സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുക. അവനെ വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകാതെ നിത്യജീവൻ, എറ്റേണൽ ലൈഫ് ഒരിക്കലും എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളെ ആരും എടുക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിട്ട് പോയത്. അങ്ങനെയുള്ളൊരു നിത്യജീവൻ നൽകിയിട്ട് നമ്മളിപ്പോഴും ഈ പേഗൻ മതമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പറയുക, കോൺസ്റ്റന്റൈൻ കൊണ്ടുവന്ന ഈ സങ്കര ഇനത്തിലെ അനുഷ്ഠാനങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് വിചാരിക്കുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി ഒരു വശത്ത് കിടക്കുകയാണ്. നാം ഇവിടെ വഞ്ചിക്കപ്പെടുകയാണെന്നുള്ള കാര്യം ഓർക്കണം. നമുക്ക് ഇന്ന് നോളജ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അതായത് നമ്മുടെ ഭാഷയിൽ ഇന്ന് ബൈബിൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഹിസ്റ്ററി വേണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്നിട്ട് നമ്മളെന്താണ് മറ്റുള്ളവരോ പറയുന്ന എന്തോ ഒരു കഥയെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവന്നിട്ട് നാം തള്ളിക്കളയുന്ന അല്ലെങ്കിൽ ഈ കുഴിയിലേക്ക് ചാടിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരുന്നത്. അതായത് ഉദാഹരണത്തിന് ഒരു ട്രെയിൻ മുമ്പോട്ട് പോവുകയാണ്. ആ ട്രെയിൻ പോകുന്ന ഒരു 2 കിലോമീറ്ററിനപ്പുറം ഒരു വലിയ അഗാധമായ ഗർത്തമാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിൽ വന്ന് ചിലർ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങണം, ഒരിക്കലും മുമ്പോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടും എൻ്റെ അപ്പന്മാർ തൊട്ട് എൻ്റെ അമ്മയപ്പന്മാർ തൊട്ട് വർഷങ്ങളായിട്ട് ഞാൻ പിന്തുടർന്നു വരുന്ന കാര്യമാണ്, ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല, കാരണം ഇതാണ് ഏറ്റവും വലിയ മതം, ഇതാണ് ഏറ്റവും വലിയ മാർഗം. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുഴിയിൽ ചെന്ന് ചാടുമെന്നല്ലാതെ വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്, അതിൽ അനേകർ പോകും, അതിന് വളരെ 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 വലിയ മാനങ്ങളുണ്ട്. എന്നാൽ ഇടുക്കിൽ, അതായത് രക്ഷയിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണ്, അതിൽ കുറച്ച് പേർ മാത്രമേ പോകുകയുള്ളൂ. നിങ്ങൾ ഏതാണ്? പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി പിന്തുടരുവാനാണ് ആഗ്രഹിക്കുന്നത്, അതോ ഈ പേഗൻ മതത്തിൻ്റെ സാന്നിധ്യത്തിൽ വന്ന ഈ ക്രിസ്തു മതത്തിൻ്റെ ആചാരങ്ങളെ പിന്തുടർന്നാണോ നിങ്ങൾ രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കണം. കാരണം രക്ഷ എന്ന് പറയുന്നത് എന്തായാലും നാം വിശ്വസിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞത് മാത്രമായിരിക്കും സത്യം. അങ്ങനെയാണെങ്കിൽ പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി ആദ്യമുണ്ടായിരുന്ന ആ ഘടനയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ധാരാളം കാര്യങ്ങൾ പേഗൻ മതത്തിൽ നിന്ന് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസംബർ 25 അത് സൂര്യദേവനായിട്ടുള്ള സൺ ലെവിക്ടെക്സ് എന്ന് പറയുന്ന പേഗൻ മതത്തിൽ സൂര്യദേവന്റെ ജന്മദിനമാണ്. അതിനെ ക്രിസ്മസ് ആക്കി യേശുക്രിസ്തുവിന്റെ ജന്മദിനമായിട്ട് ഇതിൽ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈസ്റ്ററിലെ പല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം പേഗൻ മതത്തിൽ കണ്ടിരുന്ന കാര്യങ്ങളാണ്, അതിനെ എടുത്തിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചാൻറ്റിങ്സ്, അതുപോലെ മന്ത്രങ്ങൾ, ജപം ജപിക്കുന്ന പരിപാടികൾ, അതുപോലെ തന്നെ ഹോളി വാട്ടർ, വിശുദ്ധമായ ജലം, ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് പേഗൻ മതത്തിലുണ്ടായിരുന്ന കാര്യമാണ്. ഇതൊന്നും ഒരിക്കലും ഒരിടത്തും ബൈബിൾ പറഞ്ഞിട്ടില്ല. അതെല്ലാം എടുത്തിട്ട് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ഇതിനെ മാറ്റിമറിച്ചിട്ട് ശരിക്കും ഇതൊരു ക്രിസ്ത്യൻ മതത്തിൻ്റെ പേരിൽ ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, അതായത് റോൾസ് റോയ്സിൻ്റെ ലോഗോ വെച്ചുകൊണ്ട് ഹോണ്ട വണ്ടി പോവുകയാണ്, ഹോണ്ടയുടെ എഞ്ചിനുള്ള വണ്ടി പോവുകയാണ്. പുറമേ കാണുമ്പോൾ റോൾസ് റോയ്സ് ആയിരിക്കും, ഉള്ളിലെ എഞ്ചിൻ എന്ന് പറയുന്നത് ഹോണ്ടയാണ്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. യഥാർത്ഥത്തിൽ റോൾസ് റോയ്സിൻ്റെ എഞ്ചിൻ വേറൊരു സ്ഥലത്ത് ഒരു മൂലയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിക്ക് എന്ത് പറ്റി? അത് നശിച്ചു പോയി? ഇല്ലല്ല, അത് നശിച്ചു പോയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യനി കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ആദ്യത്തെ ഒരു 312 വർഷത്തോളം പോയിരുന്ന ആ ഒരു ക്രിസ്ത്യൻ മാർഗത്തെയാണ് ഇദ്ദേഹം ഒരു മതമാക്കി മാറ്റിയത്. അന്നേരം അതിനെ എതിർത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ബൈബിളിലേക്ക് തന്നെ തിരികെ വരണം, ബൈബിളാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്, ശിഷ്യന്മാരെ പഠിപ്പിക്കലുകളാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റി എന്ന് വാദിച്ചിരുന്ന ധാരാളം വിഭാഗങ്ങളൊന്നുണ്ടായിരുന്നു. പക്ഷെ അവരെയെല്ലാം അന്നത്തെ റോമൻ കത്തോലിക്ക വിഭാഗം അല്ലെങ്കിൽ ആ മതം എന്ന് പറയുന്ന ആ വിഭാഗം രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി, റോമൻ ചക്രവർത്തി സഹായത്തോടു കൂടി പട്ടാളത്തെ വിട്ട് പ്രോസിക്യൂട്ട് ചെയ്തു. അനേകം ആളുകൾ കൊന്നു, പലരെയും വീടുകൾ അഗ്നിക്കരയാക്കി, ചിലരെ നിർബന്ധിച്ച് റോമൻ കാത്തലിക് മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിച്ചു. ഇതെല്ലാം ഹിസ്റ്ററിയിൽ നിങ്ങൾ കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്ന വസ്തുതകളാണ്. പ്രധാനമായിട്ടും ഡൊണാറ്റിറ്റീസ് അല്ലെ പൗലീഷ്യൻസ്, വാൾഡേൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അൽബിജിയൻഷ്യൻസ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ, ധാരാളം ഗണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള പേരുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണുവാനായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി ബുക്കുകളിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ധാരാളം വിഭാഗം ആളുകൾ അന്നുണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം തന്നെ പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു. അവർ എന്താണ് പറഞ്ഞിരുന്നത് വെച്ചാൽ, ക്രിസ്തു ആണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ മാർഗ്ഗമെന്നും യേശുക്രിസ്തു പഠിപ്പിച്ച പഠിപ്പിക്കലുകളും ബൈബിളുമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനമെന്ന് വിശ്വസിച്ചിരുന്ന ഇവരെ ഈ റോമൻ കത്തോലിക്ക മതം വളരെ രീതിയിൽ, അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക മതം എന്ന് പറയുന്നത് പ്രകാരം റോമ ഗവൺമെൻറ് എന്ന് പറയുന്നത്, കാരണം ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചിട്ടാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് കുരിശുദ്ധം നടത്തി ലോകം മൊത്തം കീഴടക്കുന്ന വലിയൊരു പവർഫുൾ എംപയർ ആണെന്ന്, പവർഫുൾ ആർമിയാണ് അവർക്കുള്ളത്. അവരെന്ത് ചെയ്തു? പ്രോസിക്യൂട്ട് ചെയ്തു, ഇവരെ അനേകരെ കൊന്നൊടുക്കി. പക്ഷെ പലരും ഗുഹകളിൽ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലെല്ലാം ഒളിച്ചുകൊണ്ട് അവർ വളരെ സൈലൻ്റ് ആയിട്ട് അവരുടെ ഓപ്പറേഷൻസ് തുടർന്നു. അവരുടെ പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ അവർ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം കുറേ വർഷങ്ങളോളം ഈ റോമ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയ കാലഘട്ടങ്ങളിലെല്ലാം ഈ പാവപ്പെട്ട ഈ പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിയെ ഫോളോ ചെയ്യുന്ന ആളുകൾ അണ്ടർഗ്രൗണ്ടിൽ നിശബ്ദരായിട്ട് തങ്ങളുടെ ജീവനെയും കൈപ്പിടിച്ചുകൊണ്ട് അവർ ജീവിക്കുമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അതിനുശേഷം 1500കളിലാണ് മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയുള്ള അല്ലെങ്കിൽ ജോൺ കാൽവിനെ പോലെയുള്ള ആളുകൾ നവീകരണ പ്രസ്ഥാനം ഈ കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് തന്നെ ആരംഭിക്കുന്നത്. അതായത് അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിനെ നശിപ്പിക്കാൻ സാധിക്കില്ല, അത് കർത്താവിൻ്റെ പഠിപ്പിക്കലാണ്, അത് തുടർന്ന് പോകുന്നുണ്ട്. പക്ഷെ അത് ഒളിച്ചും പാത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ കത്തോലിക്ക പുരോഹിതനായിരുന്ന പ്രബലനായ കത്തോലിക്ക പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് അന്ന് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുകയും അദ്ദേഹം കത്തോലിക്ക സഭയ്ക്കെതിരെ ഈ ബൈബിളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നോൺ ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ട് റീഫോംസുകൾ അല്ലെങ്കിൽ പുനരുദ്ധാരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഇന്ന് ധാരാളം പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഇത്തരത്തിലുള്ള പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു മാത്രമാണ് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസത്തിൻ്റെ ആധാരമെന്നും ബൈബിളാണ് ഏക വിശ്വാസ മാർഗ്ഗമെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളതെന്നും കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന പുലർത്തുന്ന പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്സുകൾ, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. അതെല്ലാം ആ റീഫോമിൻ്റെ ശേഷം നമ്മുടെ ഹിസ്റ്ററിയിൽ വന്ന കാര്യമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിനെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. അത് എത്ര നശിപ്പിച്ചാലും എത്ര കുഴിച്ചു മൂടുവാൻ ശ്രമിച്ചാലും സത്യത്തെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വന്ന് അവൻ ഈ ലോകത്തിലേക്ക് വരുന്ന കാലം വരെയും ഈ പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഈ ശുദ്ധമായിട്ടുള്ള ആദ്യത്തെ ക്രിസ്ത്യാനിറ്റി അത് തുടർന്നുകൊണ്ടേയിരിക്കും
എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചരിത്രപരമായ വസ്തുതയുള്ളതാണ്. നമ്മൾ വികാരപരമായിട്ട് നമ്മുടെ ഞാൻ എൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശന്മാരൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു മതമായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനാണ് ഇത് ഏറ്റവും വലിയ മതമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ യുക്തിപരമായിട്ട് അങ്ങനെ ചിന്തിക്കാതെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വിമർശനം കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. വിമർശനത്തെ വിമർശനം കൊണ്ട് നേരിടുക, ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുവാനായിട്ട് ശ്രമിക്കുക. അന്നേരം എന്താണ് ശ്രമിക്കേണ്ടത്? ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുക, ബൈബിൾ എടുത്ത് വായിക്കുക. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളോട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ആരെങ്കിലും പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങൾ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ രീതിയിൽ ബൈബിൾ എഴുതി കിട്ടിയിട്ടുണ്ട്. ആ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് നിങ്ങൾ സഭകളിലും ഈ ബൈബിളിലും പറയുന്ന കാര്യം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആരും നിങ്ങൾ നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹിസ്റ്ററി കൃത്യമായിട്ട് ധാരാളം ഡാറ്റാസുകൾ നമുക്ക് ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. ഇന്ന് ഒരാൾക്കും നോളജ് ആക്സസ് ഇല്ലാതില്ല, എല്ലാവർക്കും നോളജിനോട് ആക്സസ് ഉണ്ട്. എല്ലാവർക്കും ഇൻ്റർനെറ്റിൽ അത് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഇൻ്റർനെറ്റിലോ മറ്റുള്ള വിഭവങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഹിസ്റ്ററി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. എവിടെയാണ് ക്രിസ്തുമതം ആരംഭിച്ചത്, എന്താണ് ശരിക്കുമുള്ള ക്രിസ്ത്യാനിറ്റി, എന്താണ് ജീസസ് പഠിപ്പിച്ച കാര്യങ്ങൾ ChatGPT കൊണ്ടല്ലോ ചോദിച്ചു നോക്ക്, കൃത്യമായിട്ട് പറഞ്ഞു. അന്നേരം മനസ്സിലാവും നാം ഉൾപ്പെട്ട് നിന്നിരുന്ന വഞ്ചനാ ചരിത്രം, നാം എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത്, നാം എവിടെ നിന്നാണ് ഡൈവേർട്ടായി പോയിരുന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, അവസാനത്തെ ചോദ്യം എന്നാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ അതോ ക്രിസ്തുമത വിശ്വാസിയാണോ? ക്രിസ്ത്യാനിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യാനിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. ക്രിസ്തുമത വിശ്വാസിയാൽ നിങ്ങൾ മറ്റൊരു തരത്തിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വേറെ അനേക ആളുകൾ പോകുന്നത് പോലെ നരകത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ചതി നമുക്ക് വരുവാനായിട്ട് ഇടയായിത്തീരതെന്ന് ഓർപ്പിച്ചുകൊണ്ട് ദയവ് ചെയ്തതെന്ന് പഠിക്കുക, ദയവ് ചെയ്തതെന്ന് വായിക്കുക. ആരും നിങ്ങൾ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഇത് ജീവൻ്റെ കാര്യമാണ്. നമ്മൾ മറ്റുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ വേണ്ട എന്ന് വെക്കും. പക്ഷേ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ നാം ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇത് നമ്മുടെ ജീവൻ്റെ കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള നമ്മുടെ ജീവൻ്റെ കാര്യമാണ്. ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് മേടിച്ച് വെച്ചിട്ട് ആ ഇൻഷുറൻസ് വാലിഡ് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഇതെൻ്റെ ജീവൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ജീവൻ്റെ കാര്യമാണ്. ദയവ് ചെയ്തിട്ട് ബൈബിൾ വായിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ദയവ് ചെയ്ത് ബൈബിൾ വായിക്കുക. ബൈബിൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇതിനുശേഷം ചരിത്രം കൃത്യമായിട്ട് പഠിക്കുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. പ്യുവർ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി, യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റിയിലാണോ അതോ ക്രിസ്തു മതം എന്ന് പറഞ്ഞുകൊണ്ട് പേഗൻ മതത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് കൊണ്ടുപോകുന്ന അനാചാരങ്ങളിലും കാര്യങ്ങളിലുമാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും എനിക്ക് ഇത്രയേ പറഞ്ഞു തരാനുള്ളൂ. നിങ്ങൾ ദയവായിട്ട് ബൈബിൾ വായിക്കുക, ദയവായിട്ട് ഹിസ്റ്ററി പഠിക്കുക. അന്നേരം നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകുമെന്നുള്ള റോമപ്പുറത്തോട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് നിങ്ങളുടെ ജീവൻ്റെ കാര്യമാണ്. അവിടെ ഇരിക്കുന്ന പാതിരിയുടെയോ അവിടെ ഇരിക്കുന്ന മേലധ്യക്ഷന്മാരുടെയോ പുരോഹിതന്മാരുടെയോ ഒന്നും കാര്യമല്ല. അവരൊന്നും നിങ്ങളുടെ ജീവന് വേണ്ടിയിട്ട് വില പറയേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ജീവൻ്റെ കാര്യമാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പഠിക്കുവാനായിട്ട് തയ്യാറാകുക. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് തയ്യാറാകുക എന്ന ആഹ്വാനത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.